ഹലോ ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ. അതിനിടെ ഞാൻ 1 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ചെമ്മീൻ വറക്കാനായിട്ട് ഒരുപാട് പാടൊന്നുമില്ല. നമ്മളൊരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഫിഷ് മസാല, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി വേണമെന്നുള്ളവർക്ക് ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതും ചേർത്ത് നമ്മളൊരു അരമണിക്കൂർ വെച്ച ശേഷം വറുത്തെടുത്ത ചെമ്മീനാണ് ഇരിക്കുന്നത്. പിന്നെ അതിൽ വറക്കുന്ന വീഡിയോ കാണിക്കണ്ടല്ലോ എന്ന് കരുതിയാൽ പെട്ടെന്ന് ഒരുപാട് സമയമെടുക്കും. പിന്നെ നമ്മൾ അതിന് കറി റെഡിയാക്കുന്നതിന് എടുത്തിരിക്കുന്നത് ഒരു വലിയ വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചത്, ഒരു 2 സവാള, ഒരു വലിയ തക്കാളി, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് ഉലുവ വേണം കേട്ടോ. നമ്മളൊരു പാൻ എടുത്തു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. നമ്മളൊരു ചെറിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഒരുപാട് സ്പീഡിൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പയ്യെ മാത്രമാണ് കാണിക്കുന്ന വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഉലുവ ചെറിയ കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളിയും ഉള്ള മിക്സ് ആക്കിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കത് കരിഞ്ഞു പോയി അടി പിടിക്കും. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇനി ചെറിയ കളറ് മാറി വന്നു കഴിയുമ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാള 2 ചെറുതായി അരിഞ്ഞത്, അതുപോലെ പച്ചമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് മസാലയൊക്കെ ഇട്ടതിന് ശേഷം റെഡിയാക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റമല്ലോ ചെമ്മീൻ. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് വാങ്ങാനെല്ലാം മടിക്കും. നമുക്ക് വീഡിയോ കണ്ട് നമുക്കിത് കണ്ടുകൊണ്ട് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്പീഡില്ലാത്ത രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകാനും പാകത്തിന്. ഈ സവാളയും കുറച്ച് നേരം മിക്സ് ചെയ്ത് അതൊന്ന് വരട്ടിയെടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ആവട്ടോ. ഞാൻ ഉപ്പിട്ടില്ല. ഉപ്പിട്ട് നമ്മൾ തുടക്കക്കാർക്ക് ആദ്യം തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ കറിയിലേക്ക് ഇങ്ങനെ ഇടുമ്പം കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഉപ്പിടാത്ത. അല്ലെങ്കിൽ ഞാൻ ഉപ്പിട്ട് സ്പീഡിൽ നമ്മൾ മിക്സ് ചെയ്ത് പോവുകയാണ് ചെയ്യാറ്. ഇനി നമുക്കിതിലേക്കൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കിലോ ചെമ്മീനാട്ടോ. നമുക്ക് ചെമ്മീൻ ഇപ്പോൾ 1 കിലോ എടുത്തുകൊണ്ട് കാര്യമില്ല, അത് ഒരുപാടൊന്നും കാണില്ല. ക്ലീൻ ചെയ്ത് റെഡിയാക്കി വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ടേബിൾ സ്പൂൺ ആകുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടാൽ മതി. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂണ് ഫിഷ് മസാല. അതിൽ കുറച്ച് ഫിഷ് മസാല ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാൻ കവർ ചെയ്തിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഫിഷ് മസാല ഇട്ടാൽ മതിയായിരിക്കും. പിന്നെ നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ചേർത്തിട്ടില്ല. ഞാൻ അതിന് പകരം ചെമ്മീൻ വറക്കാൻ നേരത്ത് കുറച്ച് കുരുമുളക് പൊടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തായിരുന്നു. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് ജസ്റ്റ് ചെറിയ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ മൂടി വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. മസാലയുടെ ആ പച്ചമണം എല്ലാം മാറി റെഡിയായി കിട്ടും. നമ്മൾ ഇളക്കി ഒന്ന് റെഡിയാക്കിയതിന് ശേഷം തക്കാളി അതുപോലെ കുറച്ച് നേരം വയ്ക്കുക. തക്കാളി ഒരുപാട് വെന്ത് ഉടയ്ക്കേണ്ട കാര്യമില്ല. അതിന് വെച്ചാൽ നമ്മൾ കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ കറി വയ്ക്കുമ്പം അത് അതിൽ കിടന്ന് സെറ്റായിക്കോളും. നമുക്കിത് കറിയാക്കി എടുക്കാം, അതുപോലെ റോസ്റ്റും ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രേവി പെട്ടെന്ന് വറ്റിപ്പോവും. നമ്മൾ കുറച്ചേരം മൂടി വെച്ച് കഴിയുമ്പോൾ ഗ്രേവി വേണമെന്നുള്ളവർ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം ചൂടാക്കാൻ വെക്കണം കേട്ടോ. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് വരും. എന്ന് വെച്ചാൽ നമ്മൾ മീനൊക്കെ വറുത്തായതുകൊണ്ട് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് മാക്സിമം പോയി അതിനുള്ളിൽ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. ആ മീൻ വറക്കുന്ന സമയം മാത്രമാണ് നമുക്കിതുള്ളൂ. അത് നമ്മൾ എന്തെങ്കിലും പരിപാടിയുടെ ഇടയ്ക്ക് ചെയ്ത് വെച്ചാൽ മതി. എല്ലാ വീട്ടമ്മമാർക്കും എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ആർക്കും വേണമെങ്കിലും മനസ്സിലാകുന്ന രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളാണ് ഈ ചാനലിൻ്റെ ശക്തി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും അതുപോലെ മെയിനായിട്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്യുകയും
പിന്നെ വരുന്ന വീഡിയോസ് ഫുള്ളായി സ്കിപ്പായി കാണുകയും ചെയ്യണം. കണ്ടോ, നല്ല സെറ്റായി. തക്കാളി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒരുപാട് ഉടയ്ക്കണ്ട. ഇനി നമുക്ക് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ വറുത്ത് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 3 കുടംപുളി ഇട്ട് കൊടുക്കാം. പുളി കുറവ് മതി എന്നുള്ളവർ ഒരു 2 പുളി ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇതായി കഴിയുമ്പോൾ നമുക്കൊരു 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കറിക്ക് വെച്ചതിന് ശേഷം പുളി നോക്കിയതിന് ശേഷം പുളി നല്ല പുളിയാണെന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റി കളയണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര പുളിയായി പോകും. ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കുമല്ലോ ഉപ്പിൻ്റേത്. ചെമ്മീൻ വറുത്തപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ഉപ്പിട്ട് ഇടരുത്. ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് നമുക്കിതിന് ആവശ്യമുള്ളൂ. പിന്നെ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. കണ്ട, സംഭവം സെറ്റായി. ഇനി നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. ആവശ്യത്തിനുള്ള വെള്ളം, അവരവർക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർ ആവശ്യത്തിന് ഗ്രേവിക്കുള്ള വെള്ളം ഒഴിക്കുക. ഞാനിവിടെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല, ഞാൻ കപ്പിൽ ചൂടുവെള്ളം എടുത്ത് വെച്ചായിരുന്നു, ആ ചൂടുവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇതൊരു ഏകദേശം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറി സെറ്റാവും. ആദ്യമേ നമ്മൾ ഇടുമ്പോൾ ഇച്ചിരി തീ കൂട്ടി വെച്ചേക്കുക. ഞാൻ തിളപ്പിച്ച വെള്ളം ഇച്ചിരി ചൂടാറിയതുകൊണ്ട് നല്ല ഫ്ലെയിമിൽ വെച്ചേക്കണേ. ഇനിയിപ്പം നല്ല തിളച്ച വെള്ളം ഒഴിക്കണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. കണ്ടോ, കറി നല്ല റെഡിയായി സെറ്റായി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും. ഉണ്ടോ, അടിപൊളി കറിയല്ലേ. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി കറി. എന്തിനാണ്, ചോറിന് വേണോ, അത് ചപ്പാത്തിക്ക് വേണോ, അത് എന്ത് ഐറ്റംസിന് നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ സിമ്പിൾ പരിപാടിയേ ഉള്ളൂ. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കുന്നതുകൊണ്ടാണ് നമുക്കിതൊന്നും വലിയൊരു ഇതായിട്ട് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തുടക്കക്കാരായ ആളുകൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പം പുതിയ വീഡിയോ വരുന്നവരെല്ലാവർക്കും ഒരു നല്ലൊരു, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.